ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുണ്യകുളം സാന്നിധ്യം. നമ്മൾ പ്രാവശ്യം ഷെയർ മാർക്കറ്റുമായിട്ടല്ല, പുതിയ ഒരു എപ്പിസോഡുമായിട്ടാണ്. പുതിയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. എഴുത്തുകാരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യമാണ്. നമുക്ക് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ആളെയാണ് കിട്ടിയിട്ടുള്ളത്. പ്രവീൺ പാലിക്കൽ. അദ്ദേഹത്തിൻ്റെ സ്വദേശം കണ്ണൂരാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം മരുപ്പച്ചകൾ എരിയുമ്പോൾ എന്ന് പറയുന്ന നോവലാണ്. പുള്ളി നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ഒരേ സമയത്ത് പുള്ളി അഡ്വക്കേറ്റ് ആയിട്ട് വന്നൊരാളാണ്. പിന്നീട് അതിൽ നിന്ന് മാറി എന്തുകൊണ്ടെന്ന് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രവീൺ, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ഏറെ സന്തോഷം, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതെല്ലാം സന്തോഷം കൂടി അറിയിക്കുക. ആയിക്കോട്ടെ, സന്തോഷം. അപ്പോൾ പ്രവീൺ, നമ്മൾ ആദ്യത്തെ പുസ്തകം മരുപ്പച്ചകൾ എരിയുമ്പോൾ എന്നുള്ളതാണ് അല്ലേ? അത് എങ്ങനെയാണ് അതിന് എഴുത്തിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം? താങ്കൾ ബേസിക്കലി ഒരു അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് വൃത്തിയിൽ ഇവിടെ വന്നിട്ട് ചേർന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് നമുക്ക് വിശദീകരിക്കാൻ പറ്റും. അത് ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്തതിന് ശേഷമാണ് UAയിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം ഏതെങ്കിലും ഫേമിൽ കയറാം എന്ന ആഗ്രഹം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ വന്നിട്ടെന്താ, എനിക്ക് ഈ അഡ്വക്കേറ്റ്സ് ഇവിടെയുള്ള അറബി അങ്ങനെ അറിയാത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ കുറവായിരുന്നു. ഇവിടെ ആരെ ഒരു കോണ്ടാക്റ്റും കിട്ടിയിരുന്നില്ല. കുറേ ഞാൻ ട്രൈ ചെയ്തിരുന്നു ആദ്യത്തെ സമയത്ത്. പിന്നീടാണ് ഞാൻ വേറെ മേഖല തേടി പോവുകയും അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് നേരത്തെ പാലക്കാട് APP ആയിരുന്നു, പബ്ലിക് അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു, സിദ്ദീഖ് എന്ന് പറഞ്ഞ ഒരാളെ നമ്മളെ കുറച്ച് കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറയേണ്ടതായിട്ട് ഇവിടെ ഷിപ്പ് അറസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അതായത് ഏതെങ്കിലും ലോക്കൽ അഡ്വക്കേറ്റ്സിൻ്റെ കൂടെ നിന്നിട്ട് ജോലി ചെയ്യുക, അങ്ങനെയാണ് അധികം ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞത്. അത് ഏറെക്കുറെ അതിനെക്കുറിച്ചുള്ള എങ്ങനത്തെ പ്രവീണിൻ്റെ ഒരു അറിവ്, മീൻസ് അതിലുള്ള ഒരു എക്സ്പീരിയൻസ്? അല്ല, പലരും പല മേഖലകളിൽ നിന്നും വന്നിട്ട് ഇവിടെ ഈ അഭിഭാഷകരായിട്ട് വർക്ക് ചെയ്യുന്നു. ശരിക്ക് അഭിഭാഷകരല്ലാത്തവർ പോലും ആ രീതിയിൽ വർക്ക് ചെയ്തതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പ്രമുഖരായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയൊന്നും അത് നടക്കും തോന്നുന്നില്ല. കാരണം ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ അഭിഭാഷകരായവർ തന്നെ ഇവിടെയുള്ള ലോക്കൽസ് തന്നെ ഒരുപാട് ആൾക്കാർ ആ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ണൂർ പയ്യന്നൂരാണ് എൻ്റെ പ്രോപ്പർ, പയ്യന്നൂരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇവിടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇവിടെ പല അഡ്വക്കേറ്റുമാരും, എൻ്റെ സുഹൃത്ത് ഒരു അഡ്വക്കേറ്റ്, ഞാൻ പല പേര് പറയുന്നില്ല, കുറേ സുഹൃത്തുക്കളുണ്ട്. ഇവർ കുറേ പേരെങ്കിലും മറ്റ് ജോലികൾ ചെയ്യുന്നുണ്ട്. പലരും ഓരോ അസോസിയേഷനൊക്കെ സാരഥികളായിട്ടുള്ള ആൾക്കാർ ഇവരെ മറ്റ് ജോലികൾ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഒരു അറിവുള്ളത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ പുസ്തകത്തിനെ കുറിച്ച് കൂടാതെ അദ്ദേഹത്തിന് വേറെയും കുറേ കഴിവുകളുണ്ട്. ഫോട്ടോഗ്രാഫി നമുക്കൊക്കെ അറിയാം. ഈ ഷാർജ ബുക്ക് ഫെയറിലൊക്കെ ഏറ്റവും കൂടുതൽ ഓടി നടന്ന് ഫോട്ടോഗ്രാഫി ചെയ്യുകയും എല്ലാവർക്കും ഫോട്ടോ രാത്രി തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത് നല്ലൊരു പ്രവർത്തനമായിട്ടാണ് എല്ലാവരും പറയുന്നത്, എല്ലാ സുഹൃത്തുക്കളും. എനിക്കും അങ്ങനെ തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഈ മരുപ്പച്ചകൾ എരിയുമ്പോൾ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചിട്ടൊരു പുസ്തകമാണ്. അത് ഞാൻ അതിനെക്കുറിച്ച് ഒരു ചെറിയ റിവ്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അത് എനിക്ക് നല്ല ഒരു എഴുത്തായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ആദ്യം എഴുതുന്നൊരു പുസ്തകം ഏതൊരാൾക്കും വലിയ ഇതായിക്കൊള്ളുന്നില്ല, വലിയൊരു വർക്ക് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ എങ്കിലും അവർ അതിനോട് നീതി പുലർത്തി. അപ്പോൾ നമ്മൾ പുസ്തകത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മരുപ്പച്ചകൾ എരിയുമ്പോൾ. അപ്പോൾ മരുപ്പച്ചകൾ എരിയുമ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ അതിൻ്റെ ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ ഈ പോരായ്മകൾ കുറഞ്ഞതൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ആ എഴുത്തിന് ഒരു ശക്തിയും ഒരു ലളിതമായിട്ടുള്ള എഴുത്താണെങ്കിലും അതിൽ പ്രണയവും നാടൻ മനുഷ്യരുടെ ജീവിതങ്ങളും ഈ കൗമാരവും പ്രണയം അത്തരം കാര്യങ്ങളൊക്കെ സമർത്ഥമായിട്ട് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ നോവല് കൊണ്ടുവരാനിലേക്ക് വരാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം? ഞാൻ ഈ 2022-23 2022 അവസാനമാണ് UAയിലെത്തുന്നത്. 2023 ആ കാലഘട്ടത്തിലാണ് ഞാൻ എഴുത്തിലേക്ക് വന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ UAQ റേഡിയോയിൽ അന്ന് KPK അണ്ണൻ വിളിക്കുന്ന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കഥകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ആ കഥക്ക് അനുസരിച്ച് പാട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് അദ്ദേഹം ഒരു പ്രോഗ്രാം, 1 മണിക്കൂറത്തെ ഒരു പരിപാടി. അങ്ങനെയാണ് ഞാൻ എഴുതാൻ ഒരു പ്രേരിതമാവുകയും ഒരു കഥ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഒരു കഥയായിട്ട് ആ സമയത്ത് അത് വന്നു. അപ്പോൾ അത് എനിക്ക് എഴുത്തിലേക്കൊരു ശരിക്കും പറഞ്ഞൊരു പ്രചോദനമായി തോന്നി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ കുറച്ച് കഥകളും ഈ നോവലും എഴുതിയത് ആ സമയത്താണ്, 2023 അവസാനം ആ കാലഘട്ടം. അപ്പോൾ ഞാൻ 2014 മുതലാണ് ശരിക്കും ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ എഴുത്തുകാരെ പരിചയപ്പെടുന്നത്. അത്
ഈ ആ സമയത്താണ് ഈ പാംപുസ്തകപുരയായിട്ട് ബന്ധപ്പെട്ട് വെള്ളിയോടൻ, സലീം അയ്യനത്ത്, ഉണ്ണി കുലുക്കലൂർ, അങ്ങനെ കുറച്ച് ആൾക്കാർ അക്ഷരക്കൂട്ടത്തിൻ്റെ ആൾക്കാരായിട്ടെല്ലാം ബന്ധപ്പെടുന്ന ആ കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് സുകുമാരൻ വെങ്ങാട് നമ്മുടെ സൗഹൃദത്തിൽ വരുന്നത്. ശരിക്കും സുകുമാരേട്ടനാണ് എന്നോട് പറയുന്നത്, നിൻ്റെ ആ നോവൽ കൊള്ളാം, നമുക്കതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒരു പുസ്തകമായിട്ട് ഇറക്കാം. ഞാൻ അതുവരെ അങ്ങനെ ഒരു പുസ്തകത്തിനെക്കുറിച്ചോ എഴുത്തിനെക്കുറിച്ചോ ഒന്നും ഒരു ധാരണയില്ലാത്ത ആളായിരുന്നു. അപ്പോൾ സുകുമാരേട്ടനാണ് ശരിക്ക് ആ പുസ്തകം ഇറക്കണമെന്ന് പറഞ്ഞാൽ അത് വേണ്ടുന്ന എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം. ഏത് വർഷത്തിലായിരുന്നു അത്? 2018 പുസ്തകം ഇറങ്ങുന്നത്. 2020-21 13 നമ്പർ മുറി കഥാസമാഹാരം. പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് നമുക്കൊരു ഇൻവെസ്റ്റിഗേറ്റീവ് അങ്ങനെ അല്ലെങ്കിൽ ഒരു ഇത്തിരി പ്രേത അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതിനകത്ത്? തീർച്ചയായും അങ്ങനത്തെ ഒരു പരിപാടിയേ അതില്ല. അത് അതിന് ടൈറ്റിൽ ഞാൻ കൊടുത്തത് വായനക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ടൈറ്റിലാണ്. പക്ഷേ അത് UAE ആയിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളാണ് കൂടുതൽ അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ള കഥകളും കാര്യങ്ങളൊക്കെ എഴുതും. ഇപ്പോൾ ഈ അടുത്ത ഇടം ഞാനൊരു കഥ വായിച്ചായിരുന്നു. ഈ പ്രളയം ഈ ഷാർജയിലും UAE-യിലൊക്കെ ഉണ്ടായ പ്രളയം ഇതൊക്കെ ബന്ധപ്പെട്ട് ഒരു ഇറ്റാലിയൻ ആളുടെ കഥ. ഇറ്റാലിയൻ ആളുകളൊക്കെ ഇവിടെ കുറവാണ്. എൻ്റെ കൂടെ ഒരു ഇറ്റലിക്കാരൻ നേരത്തെ ഒരു അലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വർക്ക് ചെയ്തിരുന്നു. ആൾക്കൊരു വോൾവോ കാറൊക്കെ ഉണ്ട് ഇറ്റലിയിൽ. അപ്പോൾ പുള്ളി പറയും എന്തിനായും വോൾവോ കൊണ്ട് നടക്കണത്, ഇവിടെ തണുപ്പം കാറില്ല. അപ്പോൾ ഞങ്ങൾ ഒഡീസിയും ഓമറിൻ്റെ അതുപോലെ എലിയട്ടും ഒക്കെ സംസാരിക്കും നല്ലതാണ്. അപ്പോൾ അങ്ങനെ കുറവാണ് ഇത്. പക്ഷേ ഈ ഒരു കഥ ഇങ്ങനെ അവിടെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ല ഇറ്റലിയിലേക്ക് ഞാൻ പോയിട്ടില്ല. അതൊക്കെ ഞാൻ പല രീതിയിൽ സൗഹൃദം അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റലിക്കാരുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം എനിക്ക് കിട്ടി. അപ്പോൾ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറേ കാര്യങ്ങൾ. അത് ഒരു അറബി, ഒരു ഇറ്റലിക്കാരൻ, പ്രധാന കഥാപാത്രങ്ങൾ അവർ രണ്ടുപേരാണ്. അവർ തമ്മിലുള്ള സൗഹൃദമാണ് ആ കഥ പറയുന്നത്. ഇറ്റാലിയൻ മാർബിൾ എന്നാണ് ആ കഥയുടെ പേര്. പക്ഷേ ഈ ഷാർജയിൽ 10-70 വർഷത്തിനിടയിലുള്ള ഏറ്റവും വലിയൊരു വെള്ളപ്പൊക്കം വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ എഴുതണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ആ കഥയിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ 2 കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി. അത് ജിൻലൂക്കി എന്നാണ് അതിൻ്റെ നായകൻ. ജിൻലൂക്കി ലൂയിയ നായിക അദ്ദേഹത്തിന്റെ പെങ്ങൾ. പക്ഷെ സമർത്ഥമായിട്ട് പൊതുവെ നല്ല അഭിപ്രായം കിട്ടിയ ഒരു കഥയാണ്. തീർച്ചയായും എനിക്ക് ആൾക്കാർ അത് വായിച്ചിട്ട് അഭിപ്രായം പറയും. പക്ഷെ ഒരു യാത്രാ വിവരണം പോലെയാണ് അത് വായിക്കുമ്പോൾ തോന്നുന്നത്. യാത്രക്കാരൻ്റെ അനുഭവം പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യാത്രക്കാരുടെ അനുഭവങ്ങൾ വരുമ്പോൾ യാത്രാവിവരണം കുറച്ച് വരും. പിന്നെ അത് കഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സമർത്ഥമായിട്ട് കഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. യാത്രാവിവരണം പോലെ കുറച്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് അത് കഥയുടെ ആവശ്യമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് സമർത്ഥമായിട്ട് കഥയിലേക്ക് പല ഭാഗങ്ങളിലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല വായനക്കാരെ കിട്ടിയത്. അതെ. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇപ്പോൾ അതായത് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ബുക്ക് ഫെയറിലാണെങ്കിലും ഒരുപാട് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഇവിടുത്തെ എഴുത്തിലുള്ള സുഹൃത്തുക്കൾക്ക് അറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാലം അതിൽ വളരെ സജീവമായിട്ട് ഇപ്പോഴും അതിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കുറച്ച് കാലത്തിന് ശേഷം എന്തോ പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതിനെക്കുറിച്ചൊന്ന് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ. ഈ 2014 മുതലാണ് ഞാൻ ഷാർജ ബുക്ക് ഫെയറിൽ സജീവമാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മനോരമയുടെ മിഡിൽ ഈസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് സാദിക്കാവില്ല, എൻ്റെ കൂടെ പഠിച്ചത്. അപ്പോൾ സാദിക്കാണ് എന്നെ എഴുത്തുകാരെ കൂടുതൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഞാൻ ഷാർജ ബുക്ക് ഫെയറിലെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 500ഓളം എഴുത്തുകാരുടെ മാത്രം ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലാതെ മറ്റ് സാംസ്കാരിക പ്രവർത്തകരെ അങ്ങനെ പല രീതിയിലുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ എഴുത്തുകാരുടെ ഫോട്ടോ എടുത്തതിനാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. അത് നല്ലൊരു അച്ചീവ്മെൻ്റാണ് സത്യത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു അച്ചീവ്മെൻ്റ് ഇവിടെ പലർക്കും കിട്ടിയിട്ടില്ല. ഗിന്നസ് റെക്കോർഡ്സ് അതല്ലെങ്കിൽ പല റെക്കോർഡ്സ് നമുക്കിപ്പോൾ അതുപോലെ എഴുത്തിലാണെങ്കിലും നിങ്ങളതിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളിവിടുത്തെ ഷാർജയിൽ ഗിന്നസ് റെക്കോർഡിൽ അതെ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അങ്ങനെ കുറേ പേർക്ക് മാത്രമേ ആ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ അതങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല. അതൊരു ഭാഗ്യം തന്നെയാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷേ ഇത്രയും ആളുകളൊക്കെ കുറിച്ച് ഇവരുടെയൊക്കെ മനസ്സിൽ താങ്കളുണ്ട് എങ്കിലും ഏതെങ്കിലും കൂട്ടായ്മകളൊക്കെ അതിൽ ശരിക്കും സജീവമായിട്ട് താങ്കളെ അതിൽ അപ്രീസിയേഷൻ ചെയ്യാനോ അതല്ലെങ്കിൽ താങ്കളെ ഒന്ന് ആദരിക്കാനോ ആരെങ്കിലും മുന്നോട്ട് വരേണ്ടോ? ഞാനടക്കം ശരിക്കും പറഞ്ഞാൽ അതിൽ ഉത്തരവാദിയാണ്. പറയണം എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? എന്താണ് എന്ന് പറയാൻ അത് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഉള്ള മുഖ്യമായി ഇപ്പോൾ ഏറ്റവും UAE-യിലെ ഏറ്റവും വലിയ കൂട്ടായ്മകളിലൊന്നായ അക്ഷരക്കൂട്ടം എന്ന ഒരു കൂട്ടായ്മ, അതിൻ്റെ അഡ്മിനുണ്ടായിരുന്നു. പിന്നെ പാംപുസ്തകപുര എന്ന ഒരു കൂട്ടായ്മ, അതും ഏറ്റവും നല്ല എഴുത്തുകാർക്കൊക്കെ പുരസ്കാരം കൊടുക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. നമുക്കൊരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതെ പാംപുസ്തകം. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള പ്രമുഖ എല്ലാ കൂട്ടായ്മയിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഞാൻ ഉണ്ടായിട്ട് പോലും
എന്തോ അത് ഒരു അംഗീകരിക്കേണ്ട ഒരു അല്ല 2 വർഷം കഴിഞ്ഞു, ഇനി അതിന്റെ അംഗീകാരത്തിന്റെ ആവശ്യം അങ്ങനെയല്ല. പക്ഷെ അതിനിടയിൽ തന്നെ താങ്കൾ കുറെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കുറെ ഫോട്ടോഗ്രാഫുകളൊക്കെ പ്രദർശിപ്പിക്കുകയും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നുണ്ട്. കാരണം ഈ ഇത്രയും സാഹിത്യ കൂട്ടായ്മ ഉണ്ടായിട്ട് എനിക്കൊരു അവസരം കിട്ടിയില്ല. കാരണം ഞാൻ പറഞ്ഞ അക്ഷരക്കൂട്ടത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ആരോടും പോയി പറയാറില്ല, എൻ്റെ ഒരു ഫോട്ടോ പ്രദർശനം നടത്തി തരണം എന്ന് പറയാറില്ല. പക്ഷേ ഭാഗ്യത്തിന് ഓർമ്മ എന്നൊരു സാംസ്കാരിക കൂട്ടായ്മ അവരുടെ ഒരു വലിയ രീതിയിൽ വന്ന ഒരു സാഹിത്യ ഇവിടെ ഒരു സാംസ്കാരിക സാഹിത്യ പരിപാടി നടന്നിരുന്നു. അപ്പോൾ ബെന്യാമിനാണ് എൻ്റെ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഒരു വലിയ ഒരു ഭാഗ്യം എനിക്ക് അവിടെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൃപ്തനാണ്. പക്ഷെ അത് 2 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. നമ്മളൊക്കെ ഇവിടെ കുറെ ഫോട്ടോഗ്രാഫ്സ് ചെയ്യുന്നവരാണ്, അപ്പോൾ നമ്മളൊക്കെ വൈൽഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ട് പോലും നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ്റെ അതുപോലെ പ്രസ് ക്ലബ്ബ് UAE പ്രസ് ക്ലബിൻ്റെയൊക്കെ അവിടെ ഫോട്ടോഗ്രാഫി പ്രദർശനങ്ങളുണ്ടാകുമ്പോൾ അവർ നമ്മുടെ ഫോട്ടോഗ്രാഫ് സെലക്ട് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇത് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ താങ്കളുടെ ഫോട്ടോ ഞാൻ അതിലേക്കല്ല വരുന്നത്. താങ്കളുടെ ഫോട്ടോഗ്രാഫ് പലതും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഫോട്ടോഗ്രാഫുകൾ തന്നെയാണ്. കൂടുതൽ ഈ എന്താ പറയുക, കൂടുതൽ നമ്മുടെ എക്സിബിഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ഏത് ഒരു ഫീൽഡിലാണ് താങ്കൾ കൂടുതൽ ഈ ഫോട്ടോഗ്രാഫിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക? അങ്ങനെ എന്തെങ്കിലും കോമൺ ആയിട്ടാണ് ഞാൻ സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, രാഷ്ട്രീയക്കാരുടെ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, സിനിമാ താരങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗായകരെ യേശുദാസ്, ചിത്ര, അങ്ങനെ മുൻനിര എല്ലാ ഗായകരെയും ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. എഴുത്തുകാരെ MT മുതൽ നമുക്കിപ്പോൾ പുതിയ തലമുറയിലെ ഇപ്പോൾ ജിൻഷ ഗംഗ വരെയുള്ള എഴുത്തുകാരുടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ പുസ്തകത്തിൻ്റെ കവറിന് ഇപ്പോൾ സബീന എം സാലി, വെള്ളിയോടൻ, അങ്ങനെ പരിചിതരായ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ കവർ ഫോട്ടോയിൽ പേജിൽ ഞാൻ എടുത്ത ഫോട്ടോ അവരുടെ വന്നിട്ടുണ്ട്. അതുപോലെ MTയുടെ ഒരു പുസ്തകത്തിൻ്റെ ലിപി ഇറക്കിയ ഒരു പുസ്തകത്തിൽ അതിൽ കവർ ഫോട്ടോ ഞാൻ എടുത്ത ഫോട്ടോ വന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. പിന്നെ UAEയിലെ ഒരുവിധം എല്ലാ എഴുത്തുകാരുടെയും ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, നല്ല ഉറപ്പ് എനിക്കുണ്ട്. അവരൊക്കെ അവരുടെ ഫേസ്ബുക്കിൽ DP ആയിട്ട് അങ്ങനെ ആയാലും ഫോട്ടോ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളെ ഓർക്കാൻ അത് മതി. പിന്നെ തീർച്ചയായിട്ടും അല്ല, പിന്നെ അതിന് പിന്നിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രവീണ് അതിന് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഒരു ലാഭേച്ഛ കൂടാതെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അത് അംഗീകരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓരോ പരിപാടികളോടൊപ്പം പോയിട്ട് അതിന് ഫോട്ടോ എടുത്ത് കൊടുക്കുകയും ഏതൊരാളാണെങ്കിലും അതിലൂടെ ഒരു വരുമാനം ഒക്കെ ആഗ്രഹിക്കും. സത്യത്തിൽ അതൊന്നും ഇല്ലാതെ ചെയ്തിട്ടുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത പുസ്തകത്തിൻ്റെ വല്ല പരിപാടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? പുസ്തകത്തിൻ്റെ കഴിഞ്ഞ വർഷം വേണമെങ്കിൽ എനിക്കൊരു പുസ്തകം ഇറക്കാമായിരുന്നു. കുറച്ച് കഥകൾ എൻ്റെ കയ്യിലുണ്ട്. അത് കുറച്ച് 2-3 കഥകൾ കൂടി ചേർത്ത് ഒരു 10 കഥകളോളം ഉണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇറക്കുന്നില്ല എന്ന് ഞാൻ കരുതിയിട്ട് തന്നെ ഇറക്കാത്തതാണ്. കാരണം ഈ പൊതുവേ നമ്മളൊരു സംസാരമുണ്ട്, എല്ലാ വർഷവും ഇങ്ങനെ പുസ്തകങ്ങൾ ഇറക്കുന്നവർ അത് എത്ര പേര് വായിക്കുന്നുണ്ട്, എത്ര പേരിൽ എത്തുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഓരോ വർഷവും ഇങ്ങനെ പുസ്തകങ്ങൾ തള്ളിയതുകൊണ്ട് മാത്രം കാര്യം. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ട് നല്ല കഥകൾ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു പുസ്തകം ഇറക്കുക എന്നുള്ളൊരു അത് പ്രവീണിന്റെ ആ കാഴ്ചപ്പാട് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ചിലരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇത്തിസ്ലാത്തിന്റെ പണ്ടൊക്കെ ഡയറക്ടറി ഉണ്ടായിരുന്നു, വലിയൊരു ബുക്കാണ്, കട്ടിയുള്ള ബുക്ക്, അല്ലെങ്കിൽ ഓക്സ്ഫോർഡിന്റെ ഡയറക്ടറി, ഇതിന്റെ ഡിക്ഷണറി, ഇതിന്റെ കൂടെ ഇങ്ങനെ ഓരോ പേജ് മറിക്കുന്നതോറും ഓരോ വർഷം 3-4 പുസ്തകങ്ങളൊക്കെ പല രീതിയിലും ആളുകൾ നമ്മളായിട്ട് കുറ്റമായിട്ട് പറയില്ല, എഴുതണം, എല്ലാവരും എഴുതണം. കൂടുതൽ എഴുതുമ്പോൾ അവർ കൂടുതൽ ശക്തമായിട്ട് വരണം. പക്ഷെ അതല്ല, ഈ ഒരു ഇടവേളകളില്ലാതെ ഇങ്ങനെ അതല്ലെങ്കിൽ കാര്യമായിട്ട് റിസർച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പുസ്തകം എഴുതുന്നതിൽ എന്താണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? അത് ഒരു തീർച്ചയായും നല്ലൊരു പ്രവണത ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഓരോ പുസ്തകം ഓരോ അടയാളപ്പെടുത്തലുകളാണ്. തീർച്ചയായും ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകമെങ്കിലും ഇറക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ഉള്ളത്. പക്ഷേ അത് എത്ര പേരിലേക്ക് എത്തുന്നു എന്ന് ഇത് ഈ ഷാർജ ബുക്ക് ഫെയർ കഴിഞ്ഞ ബാക്കി പുസ്തകം കട്ടിലിൻ്റെ അടിയിലേക്ക് പോകുന്ന ഒരു നിലയിൽ ഒരുപാട് എഴുത്തുകാർ എനിക്ക് പരിചയമുള്ള തന്നെ ഉണ്ട്. കാരണം ഓരോ വർഷവും ഞാൻ തന്നെ മുൻകൈ എടുത്ത് 3-4 പുതിയ എഴുത്തുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം വീട്ടിൽ അടുക്കളയിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ
നമുക്ക് സാഹചര്യം കൊണ്ട് ഈ ലേബർ ക്യാമ്പിലെല്ലാം ഒതുങ്ങിപ്പോകുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട്. അവരെ നമ്മളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്ന വലിയ കാര്യമായിട്ട് വലിയൊരു സാമൂഹിക സേവനമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ എഴുത്തുകാരെ ഞാൻ അത് അഹങ്കാരമായിട്ട് പറയുന്നതല്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവരതൊക്കെ മികച്ച രീതിയിൽ അതുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം പല എഴുത്തുകാരും അങ്ങനെ വന്നിട്ടുണ്ട്, പല എഴുത്തുകാരും വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒരു തുടർ പ്രക്രിയ സംഭവിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഗർഭം ധരിക്കുന്നു, പ്രസവിക്കുന്നു, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. എത്ര മക്കൾ പ്രഗത്ഭരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല? അപ്പോൾ നമുക്ക് ഈ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് പറയണത് കുറേ നമ്മൾ പബ്ലിഷേഴ്സ് ഉണ്ട്. പബ്ലിഷേഴ്സിന് നമുക്ക് കുറ്റം പറയാൻ പറ്റാത്ത അവരുടെ ബിസിനസ്സാണ്. ഈ പബ്ലിഷേഴ്സൊക്കെ പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല കാര്യം തന്നെ. പക്ഷേ ഈ പുസ്തകങ്ങളൊരു തലത്തിലെത്താത്തതിൻ്റെ കാരണം അതിൽ എൻ്റെ കണ്ടൻറ്റ് പോരാഞ്ഞിട്ടോ അതല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മുടെ കൊച്ചുബാബൊക്കെ പുസ്തകം ഇറക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകം ഇറക്കി വളരെ ഇടവേളയ്ക്ക് ശേഷം, ഉദാഹരണത്തിന് കാള അതുപോലെ ഒന്നിങ്ങനെ ഈ കഥകളൊക്കെ കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അദ്ദേഹം ഇറക്കുന്നത്. അതുപോലെ പെരുങ്കളിയേട്ടം ഈ നോവൽ എഴുതുന്ന സമയത്ത് അദ്ദേഹം ആദിവാസികളുടെ കൂടെ പോയി താമസിച്ചു. അതുപോലെ സാറാ ജോസഫ് അവർ പോയിട്ട് താമസിച്ച് പഠിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പുതിയ എഴുത്തുകാർ ചെയ്യുന്നുണ്ടോ? അതല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് വായന അവർക്ക് വേണ്ടത്ര ഉണ്ടോ? എന്താണ് അതിനെപ്പറ്റി? വായന എന്ന് പറയുമ്പോൾ അത്യാവശ്യം വായിക്കുന്ന ആൾക്കാർക്ക് നല്ല കഥകൾ എഴുതാൻ പറ്റുമോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ തീരെ വായിക്കാത്ത തീരെ അധികമൊന്നും വായിക്കാത്ത ഒരു സുഹൃത്താണ് മനോജ് കൊടിയത്ത്. കഴിഞ്ഞ 2 വർഷമായിട്ട് മികച്ച കഥകൾ UAE നിന്ന് പുറത്തു വരുന്നത് മനോജിൻ്റെ. അതുപോലെ ഹുസ്ന റാഫി, ഏറ്റവും മികച്ച കഥകളാണ് ഹുസ്നയുടെ കഥകൾ. അവരൊന്നും കൂടുതൽ വായിക്കുന്നവരെ ആയിരുന്നില്ല, ഇപ്പോൾ വായിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ വായന ഉണ്ടാകുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ഒരു ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാതൃഭൂമിയിലാണേലും മാധ്യമത്തിലാണേലും ദേശാഭിമാനിലും അതൊക്കെ മുൻനിര മാധ്യമങ്ങളാണ്. ഇതിലൊന്നും ഇവരുടെ പലരുടെയും വരുന്നു കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ ചാലഞ്ച്, അതായത് ഒരു അത്ലറ്റ് ഉസൈൻ ബോൾട്ട് അയാൾ ഓടാണ്, ഒരു ട്രാക്കിലൂടെ ഓടാണ്. ആ ഓടുന്നതിനോടൊപ്പം എങ്ങനെ ഓടുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നോക്കാതെ നമ്മൾ മാറി നിന്നിട്ട് ചെയ്യുന്ന പോലെയല്ലേ വായിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നുണ്ടാവുക. സൈനിക, ഇതിൽ 2 കാര്യം എനിക്ക് പറയാനുണ്ട്. പ്രവാസ ലോകത്തിലെ എഴുത്തുകാരെ പൊതുവെ അംഗീകരിക്കാൻ നമ്മൾ നാട്ടിലെ സാഹിത്യ കൂട്ടായ്മ അല്ലെങ്കിൽ എഴുത്തുകാർ ഒരു വൈമുഖ്യം കാണിക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യം, ഇപ്പോൾ നമ്മൾ സോണിയ റഫീഖ്, അനിൽ ദേവസി, അങ്ങനെയുള്ള കുറച്ച്, ഇപ്പോൾ സബീന എംസാലി, അവരുടെയൊക്കെ എഴുത്തുകൾ മുഖ്യധാര എഴുത്തിനോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ പ്രവാസ ലോകത്തിൻ്റെ എഴുത്ത് അത്ര ശക്തമല്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. പക്ഷേ അത് കണ്ടെത്താനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ കണ്ടെത്താൻ അതിന് അത്ര വലിയൊരു പ്രാമുഖ്യം കൊടുക്കുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഹുസ്ന റഫീയുടെ ഒക്കെ മികച്ച കഥകളാണ്. UAE നിന്ന് വരുന്നത് കൊണ്ട് മാത്രം അത് അടക്കപ്പെട്ട് അവര് നാട്ടിലേക്ക് അയച്ചു കൊടുത്താലും നാട്ടിലേക്ക് അയച്ചു കൊടുത്താലും അത് വായിക്കുന്നില്ല. ഒരു തവണ വായിച്ചാൽ ഉറപ്പായി അവരുടെ കഥകൾ മുഖ്യധാര മാധ്യമങ്ങൾ വരും എന്നുള്ളത് ഉറപ്പാണ്. അഭിരുചി ഇപ്പൊ നമ്മള് നേരത്തെ ഈ നമ്മുടെ വൈശാഖം മാഷ് അക്കാദമിയുടെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഈ അവാർഡ് കൊടുക്കുന്നതും പുസ്തകങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കുന്നതും കുറേയൊക്കെ ഈ വായിക്കുന്ന എഡിറ്ററുടെ അതല്ലെങ്കിൽ അത് വായിക്കുന്ന ജഡ്ജിങ്ങിന്റെ ഒരു അഭിരുചിയും കൂടി അതിൽ വളരെ പ്രധാനമെന്ന് പറഞ്ഞാൽ പക്ഷെ വായനയുടെ കുറവുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. വായിക്കാതെ എഴുതുന്ന എഴുത്ത് നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കഥ, പണ്ടെങ്ങാണ്ടൊരു കഥ ആയിരുന്നു, അല്ലെങ്കിൽ പണ്ടൊരു നോവൽ വായിച്ചു, ഹെമിംഗ്വേയുടെ കാലത്തുള്ളത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഹെൻറിയുടെ കാലത്ത് ഇങ്ങനെയാണ്, നമുക്കതുപോലെ എഴുതിയാൽ ശരിയാവും. ഈ കാലഘട്ടത്തിനനുസരിച്ച് എന്താണ് കാലഘട്ടം, അല്ലെങ്കിൽ ആ പരിസ്ഥിതി, ഈ ആൾ എഴുതപ്പെടേണ്ട പരിസ്ഥിതി, ആൾ ജീവിക്കുന്ന പരിസ്ഥിതി, അതായത് എവിടെയായിക്കോട്ടെ, എഴുതപ്പെടേണ്ട പരിസ്ഥിതി എന്താണ് സമകാലീന പ്രശ്നങ്ങൾ, അതിലേക്ക് ഒരു ചൂണ്ടുവരലോ ഒരു ചാട്ടുള്ളിയോ ഇല്ലാതെ എഴുതി കഴിയുമ്പോൾ എത്ര കണ്ടത് എന്താ അതിനെപ്പറ്റി പ്രവീൺ തോന്നുന്നത്? അല്ല, വായന ഇപ്പോൾ കൃത്യമായിട്ട് വായന വേണം. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് വെള്ളിയോടൻ നല്ല വായനക്കാരനാണ്. അവൻ്റെ ഒരു മികച്ച കഥയാണ് ഇതിനിടെ ഇതിൽ വന്നത്. അതായത് ഇപ്പോൾ അവാർഡ് കിട്ടി അതിന് നാട്ടിൽ CPM-ൻ്റെ ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയത്. പക്ഷെ അതൊരു മുഖ്യധാര മാധ്യമം അയച്ചു കൊടുത്തിട്ട് പ്രസിദ്ധീകരിച്ചില്ല. ഒരു ചിറ്റമ്പ നയം പ്രവാസികളുടെ ഉണ്ടായിരുന്നു നേരത്തെ, പക്ഷെ ഇപ്പോൾ അത്ര തന്നെ ഇല്ല. എങ്കിലും ഇല്ലാന്ന് പൂർണ്ണമായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരവസ്ഥയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ബാഹുല്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ പല എഡിറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു കോക്കസ് നാട്ടിലുണ്ടോ എന്ന് കോക്കസ് മാത്രമല്ല, ഈ എഡിറ്റേഴ്സുമായിട്ട് നമ്മൾ അത് കുറച്ച് ശരിയാണോ, ഈ എഡിറ്റേഴ്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ അവർക്ക് ഒരുപാട് സ്പേസ് ഇല്ല.
ഒരു വീക്കിലിൽ ഒരു കഥയാണ് വരുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ എത്ര 4 കഥ വരും, ഒരു കൊല്ലത്തിൽ എത്ര കഥ വരും, 14, 40, 46 എത്ര അപ്രോക്സിമേറ്റ് ഇതൊക്കെയാണ് വരുന്നത്. അതിങ്ങനെ ഒരു സർക്കിളായിട്ട് ഒരു സൈക്കിള് പോലെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. പുതിയൊരു എഴുത്തുകാരനെ കണ്ടെത്താനോ അല്ലെങ്കിൽ നിലവിലുള്ള ശക്തരായിട്ടുള്ള പ്രവാസികളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും എഴുത്തുണ്ടെങ്കിൽ അത് കണ്ടെത്താനോ അവർ ശ്രമിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അവർ പറയുന്നത് ഞങ്ങൾ പരമാവധി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ചിത്തമനയം ഇല്ലയെന്ന് നമുക്ക് പറയാനും പറ്റില്ല. എനിവേ അത് ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും എഴുതി തെളിഞ്ഞിട്ടുള്ള ആൾക്കാരെ എപ്പോഴും പുറത്ത് വരും അല്ലെങ്കിൽ വരണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം. പക്ഷേ നമ്മളിതൊക്കെ എപ്പോഴും ഈ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാറുണ്ട്. നമ്മൾ അവരായിട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മളൊക്കെ പിന്നെ നേരത്തെ പലതരം വന്നുകൊണ്ടിരിക്കുന്നതല്ലോ. അപ്പോൾ ഒരു തലമുറ മുന്നേ ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്താണ് ആ മേഖലയിൽ മുന്നേ ഉള്ള പുതിയ തലമുറയിലെ ആൾക്കാർ തീർച്ചയായിട്ടും അത് നമ്മളെപ്പോഴും അവരോട് പറയണേ. എഡിറ്റേഴ്സിൻ്റെ ഇപ്പോൾ PK പാറക്കടവ്, പിന്നെ അതുപോലെ സിദ്ധാർത്ഥൻ പറ്റിക്കാട് പോലുള്ള മധുകുമാർ ദേശമല്ല, അതുപോലെ ഇങ്ങനെ പല എഡിറ്റേഴ്സും നമുക്കറിയാവുന്നൊരു പല എഴുത്തുകാരും വിളിച്ചിട്ട് കൊണ്ടുവന്നത്. അതിൽ ഒരാളാണ് നമ്മളെ ഗിരീഷ് കുമാർ കുനിയിൽ നിന്നിട്ട് ഇവിടെ നേരത്തെ അബുദാബിയിലുണ്ടായിരുന്നൊരു എഴുത്തുകാരുള്ളത്. അദ്ദേഹത്തിന് കുറേ ഈ എന്താണ് സരോവർ കോളനിയിലെ പൂങ്കോത, അങ്ങനെ നല്ല കഥയാണ്. ഇങ്ങനെ കുറേ കഥ അത് സിദ്ധാർത്ഥൻ പരുത്തിക്കാടാണ് കൊടുക്കുന്നത്. അത് സ്മൃതി പരുത്തിക്കാടിൻ്റെ അച്ഛൻ ഇങ്ങനെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടോ എല്ലാ എഡിറ്റേഴ്സും അതുപോലെ ആണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആകണമെന്നില്ല. എനിവേ ആ വിഷയം വലിയ വിഷയമാണ്, നമുക്കതിൽ തീരില്ല. ഇനി എന്തെങ്കിലും ഞാൻ കാര്യമായിട്ടും ചോദിച്ചില്ല. നമ്മുടെ ഈ സമയപരിമിതി എന്ന് പറഞ്ഞാൽ ആളുകൾ 15-20 മിനിറ്റ് കാണുള്ളൂ, അറിയാമല്ലോ വീഡിയോ. അപ്പോൾ നമുക്കൊരു അവസരത്തിൽ വീണ്ടും ചെയ്യാം. ഇനി എന്താണ് പ്രവീണിന് കൂടുതലായിട്ട് ഇതിൽ പറയാനുള്ളത്, അതും കൂടി പറയാം. അല്ല, ഈ വിഷയത്തിൽ എനിക്ക് മറ്റു വിഷയങ്ങളെക്കുറിച്ച് പൊതുവെ എഴുത്തും ഫോട്ടോഗ്രാഫിയും അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ അടുത്ത ഈ പുസ്തകം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ ഒരു പ്ലാനിങ്? എനിക്ക് പറ്റുകയാണെങ്കിൽ നാട്ടിൽ ഇനി പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. കാരണം നമ്മൾ ഈ പുസ്തകങ്ങൾ കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെയറിൽ തന്നെ 700 പുതിയ എഴുത്തുകാർ, പുതിയതല്ല 700ഓളം പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടതായിട്ട് അറിയുന്നത്. അത് 250 പുസ്തകങ്ങളെ ഷാർജ ബുക്ക് അതോറിറ്റിയുടെ സ്റ്റാളിൽ വെച്ച് അവരെ ഒരു ഇതിൽ നമുക്ക് പ്രകാശനം ചെയ്യാൻ പറ്റും. ബാക്കി പുസ്തകങ്ങളൊക്കെ പുറമെയാണ്. പക്ഷേ ഒരു 20 പുസ്തകം തന്നെ നമ്മൾക്ക് എടുത്തു പറയാനുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. കാരണം 700 പുസ്തകങ്ങൾ എവിടെ പോയി ബാക്കി? അതായത് ഒരു പുസ്തകമേളയ്ക്ക് വേണ്ടി മാത്രം പടച്ചുവിടുന്ന പുസ്തകങ്ങളായി മാറുന്നുണ്ട്. അങ്ങനെ ഉള്ള ശ്രദ്ധിക്കേണ്ടതാണ്, എഴുത്തുകാരെ ശ്രദ്ധിക്കണം. ഈ പ്രസാധകരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ വാശിയാണ്. 50-100 പുസ്തകങ്ങൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ആ സമയത്ത് ഇറക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു ബിസിനസ്, പക്കാ ബിസിനസ് ആയിട്ടുണ്ട്. എല്ലാം നമ്മളെ സുഹൃത്തുക്കളാണ്, ഇതിലും പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ എത്ര ക്വാളിറ്റിയുള്ള പുസ്തകങ്ങൾ വരുന്നുണ്ട് എന്ന് തന്നെ അവർ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവുന്നത്. ഇതിൽ പ്രസാധകർക്കും പ്രധാനമായിട്ട് അതിൻ്റെ ഒരു കടമയുണ്ട് എന്നാണ് പറയുന്നത്. പ്രമുഖരായിട്ടുള്ള ചില, എല്ലാവരും ഞാൻ ആരും പേരെടുത്ത് പറഞ്ഞില്ല, വളരെ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് വളരെ ഇതായിട്ട് ചെയ്യുന്ന കുറച്ച് പബ്ലിഷേഴ്സ് മാത്രമാണ് അത് കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരം പബ്ലിഷേഴ്സിൻ്റെ കൂടെ പബ്ലിഷ് ചെയ്ത് കിട്ടാതെ വരുമ്പോൾ മറ്റ് പബ്ലിഷേഴ്സിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഈ പബ്ലിഷേഴ്സും അതും ഒരു വലിയ പ്രസാധകരെ നിലനിൽപ്പൊരു വലിയ പ്രശ്നമാണ്. അത് ഞാൻ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അത് വെറും ബിസിനസ് മാത്രമായി മാറുമ്പോഴാണ് മാറുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ എനിക്ക് പറയാനുള്ള, എനിക്ക് തോന്നിയൊരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ, എഴുത്തുകാരൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ത് ചെയ്യണം. എൻ്റെ പുസ്തകം ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബിസിനസ്സാണ്. ഓക്കെ, അല്ലാത്ത എഴുത്തുകാർ കുറവാണിപ്പോൾ, പൈസ മേടിക്കാണ്ട് അവർ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ പൈസ കൊടുത്ത് ചെയ്യുമ്പോൾ ഇത് എത്ര കണ്ട ആളുകളിൽ എത്തും, അല്ലെങ്കിൽ ഇവർക്കൊരു ഷോപ്പുണ്ടോ, 1-2 ഷോപ്പുണ്ടോ, ഓൺലൈൻ ഷോപ്പിൽ ലഭ്യമാണോ എന്നൊക്കെ നോക്കേണ്ട ഒരു ചുമതല അവർക്കും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എഴുത്തുകാരൻ ഏതൊരു എഴുത്തുകാരനും സ്വന്തം കൃതിയെ കുറിച്ചൊരു അവർക്ക് മതിപ്പുണ്ടാവും. അതിലുപരിയായിട്ട് വായനക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി അവർ ചെയ്യണം ഇപ്പോഴത്തെ കാലത്ത്. കാരണം അത്രയേറെ വായിക്കാൻ പുസ്തകങ്ങളുണ്ട്, മീഡിയകളുണ്ട്. അപ്പോൾ സ്വന്തം പുസ്തകം മറ്റുള്ളവരേക്ക് എത്തിക്കാനുള്ള ഒരു പ്രമുഖരായ എല്ലാ എഴുത്തുകാരും, ഇപ്പോൾ ബെന്യാമിൻ ആയാലും TD രാമകൃഷ്ണൻ ആയാലും സുഭാഷ് ചന്ദ്രൻ ആയാലും അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവരുടെ പുസ്തകങ്ങൾ അവർ ഇടുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരുപാട് എഴുത്തുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു എന്തെങ്കിലും ആവശ്യത്തിന് അവരുടെ ബുക്കിന്റെ കവർ അവരുടെ ഫേസ്ബുക്കിൽ നോക്കിയാൽ പോലും കാണാത്ത ആൾക്കാരുണ്ട്. പഴയ കാലത്താണെങ്കിൽ ബഷീറൊക്കെ പുസ്തകം കൊണ്ട് നടന്നിരുന്നു. അതെ അതെ. പക്ഷെ അങ്ങനെയുള്ള നമ്മുടെ സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മള് എന്താണ് കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ എടുത്തു പറയുന്നതുകൊണ്ട് ഒന്നും കരുതണ്ട, നമ്മൾ അറിയപ്പെടുന്ന കവിയാണ്. അയാളുടെ പഴയ ഒരു പുസ്തകത്തിന്റെ കവർ ഞാൻ നോക്കിയിട്ട് എവിടെയും കണ്ടിട്ടില്ല. അത് വളരെ പരിമിതിയാണ്. പല എഴുത്തുകാരോടും നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ നിങ്ങളുടെ ബുക്കുകൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആണ് ഈ പുതിയ പല എഴുത്തുകാരും അവർ അത് ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
എന്തായാലും പ്രവാസ ലോകത്ത് നിന്ന് കൂടുതൽ എഴുത്തുകാർ വരട്ടെ. കൊച്ചുബാവ അങ്ങനെ പലരും ഇപ്പോൾ കുറേ ഷീല ടോമിയിൽ ഇപ്പോൾ നാട്ടിലെത്തിയോണ്ടാണ് കറക്റ്റ്. ആരും അറിയാതെ പോവുമായിരുന്നു. അതെ അവരുടെ ഡാനിയൽ പുസ്തകത്തിന് അവസാനത്തെ 5 വന്നതുകൊണ്ട് മാത്രമാണ് അവർ അറിയപ്പെടുന്ന എഴുത്തുകാരിയായത്. ഇല്ലാണ്ട് അറിയാതെ പോകുന്നത് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ്. അതെ ജയശ്രീ അത് ഇംഗ്ലീഷിലേക്ക് ചെയ്തു, അത് ഹാർപ്പർ കോളിൻസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കുറച്ചു കാലം മുമ്പ് മധുസൂദൻ നായരാണ് അവർക്ക് ആ അവാർഡ്, നമ്മുടെ പുണ്യകർമ്മം നിർമ്മാതളം അവാർഡ്, കമലാസുരയുടെ മാധവിയുടെ പേരുള്ള അവാർഡ് നമ്മൾ കൊടുത്തിരുന്നു. ഈ അവാർഡ് നമ്മൾ കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് പേര് എൻ്റെ ശത്രുക്കളായി. കാരണം സത്യത്തിൽ ഞാൻ അതിൻ്റെ തന്നെ പ്രസിഡൻ്റാണ് കമ്മിറ്റിയുടെ. എന്നിരുന്നാലും നമ്മളത് ഒരൊറ്റ രചനകൾ പോലും ഞാൻ പ്രൈവറ്റായിട്ട് സ്വകാര്യമായിട്ട് വായിച്ചു നോക്കാമെന്നല്ലാതെ ഔദ്യോഗികമായിട്ട് വായിച്ചു എടുത്തു കൊടുക്കാനോ ഞാൻ ആളായിട്ട് ഇരുന്നിട്ടില്ല. അത് കമ്മിറ്റിയിൽപ്പെട്ട മറ്റു പലരാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മുഴുവനായിട്ടും അതിൻ്റെ തീരുമാനം ഉണ്ടായിട്ടുള്ളത് നാട്ടിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള ജൂറിയാണ്. ഇതൊക്കെ ആയിരുന്നിട്ടും ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത് എന്താണ് സൈനുക്ക നമ്മളെ തഴഞ്ഞു, ഇവിടെ നിന്നുള്ള ആൾക്കാർ തഴഞ്ഞു, പുറത്തു നിന്നുള്ള ആൾക്കാർ നൂല് കെട്ടി ഇറക്കി. അത് ആളുടെ കഴിവാണ്. അത് അല്ല എന്താ പ്രവീണ് തോന്നുന്നത്. നമുക്ക് ഞാൻ എന്നെ വരെ നമ്മുടെ റൈറ്റേഴ്സ് ഫോറുണ്ട്, ഇപ്പോൾ അതിൻ്റെ ചോദിച്ചു നോക്കിയാൽ ഞാൻ അതിലിടപെട്ടില്ല. അത് ചിലപ്പോൾ നമുക്ക് ആർക്കെങ്കിലും നമ്മൾ നന്നായി എഴുതുന്ന ആൾക്കാർ നമ്മുടെ അറിവിലുണ്ടാവും, നമ്മുടെ സുഹൃത്തു ബലത്തിന് അവർക്ക് കൊടുക്കാൻ നമുക്ക് ആഗ്രഹമാണോ, പക്ഷെ നമുക്കതിൽ ഇടപെടാൻ കഴിയില്ല. ആ ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നത്. എനിവേ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് കൂടുതൽ അംഗീകാരം ഉണ്ടാവണം. എല്ലാവരും എഴുതട്ടെ. എഴുത്ത് എന്തായാലും ഒരു വെളിച്ചമാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ എഴുത്തും ഫോട്ടോഗ്രാഫി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കലയാണ്. അതാണ് ഞാൻ വൈൽഡ് ലൈഫൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ഫോട്ടോസ് വരേണ്ടതുണ്ട്. നിങ്ങളിൽ നല്ലൊരു കഴിവുള്ള ഫോട്ടോഗ്രാഫറുണ്ട്. അത് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയും ഇതും എല്ലാം വരട്ടെ. പൊതുപ്രവർത്തനമൊക്കെ വളരെ നന്നായിട്ടുണ്ടാവട്ടെ. എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ? ഇല്ല, സന്തോഷം. വളരെ സന്തോഷം. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. പ്രവീണിനോട് 1-2 കാര്യങ്ങളും കൂടി നമ്മൾ നേരത്തെ ചോദിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്, അതായത് ഈ കുറേ അധികം എഴുത്തുകാരെ ഇൻ്റർവ്യൂ ചെയ്തു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ ഏകദേശം എത്ര എഴുത്തുകാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെയ്തുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്? അത് ഡൽഹിയിലുള്ള ഒരു ഓൺലൈൻ റേഡിയോ ആണ്, മെൻസ എന്ന് പറഞ്ഞിട്ടുള്ള റേഡിയോയിൽ കൂടിയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത്. എല്ലാ ആഴ്ചകളിലും ഏകദേശം 2 വർഷത്തോളം തുടർച്ചയായിട്ട് 75ഓളം മിഡിൽ ഈസ്റ്റിലെ എഴുത്തുകാരെ, UAE മാത്രമല്ല ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങി മിഡിൽ ഈസ്റ്റിലെ എഴുത്തുകാരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റാരും അങ്ങനെ റേഡിയോ മാധ്യമത്തിൽ അല്ലെങ്കിൽ പത്രത്തിലോ ഇത്രയും കൂടുതൽ എഴുത്തുകാരെ ഇൻ്റർവ്യൂ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. അത് നല്ല ഒരു കാര്യം തന്നെയാണ്. അത് കാരണം അത് നമ്മൾ അതിൻ്റെ പിന്നിൽ നല്ല പ്രവർത്തനമുണ്ട്. തീർച്ചയായും ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കത് എളുപ്പം ചെയ്യാൻ പറ്റും. കാരണം ഞാൻ അക്ഷരക്കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് ഒരുവിധം 300ഓളം എഴുത്തുകാർ നമുക്ക് അതിലുണ്ട്. താങ്കൾ പിന്നെ അക്ഷരക്കൂടം മുതൽ റൈറ്റേഴ്സ് ഫോറം അങ്ങനെയൊക്കെയുള്ള ഇതിലും കൂട്ടായ്മകളുണ്ട്. പ്രവാസി ബുക്ക് ട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ഒരുപാട് സാഹിത്യ കൂട്ടായ്മയിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്ലവേഴ്സിൽ കുറെ റേഡിയോയിൽ കുറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ? റേഡിയോയിൽ പുസ്തക പരിചയം നടത്തി. ഞാൻ ഫ്ലവേഴ്സ് റേഡിയോ ഉണ്ടായ സമയത്ത് അതിപ്പോ കൂട്ടി. അവരിപ്പോ നിർത്തി. അതായത് പല റേഡിയോകളും നിർത്തുന്നുണ്ട്. പുസ്തക പരിചയം നടത്തി. തീർച്ചയായിട്ടും അതൊക്കെ നല്ല കുറെ കാര്യങ്ങളാണ്.